ഇന്ന് വീട്ടിൽ തന്നെ നമുക്ക് രുചികരമായും എളുപ്പത്തിലും ഓലവട തയ്യാറാക്കാം. അതിനായി ആദ്യം 1 കപ്പ് പത്തിരിപ്പൊടി, 1 കപ്പ് കടലപ്പൊടി എന്നിവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് രുചി കൂട്ടുന്നതിനായി 1-2 സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാം. ഒരു മിക്സി ജാറിൽ 4 അല്ലി വെളുത്തുള്ളി, 5 ചെറിയ ചുവന്ന ഉള്ളി, 2 പച്ചമുളക് മുറിച്ചത്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് അതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം അതിനെ ഒരു അരിപ്പയിൽ അരിച്ച് നമുക്ക് പൊടിയിലേക്ക് ഒഴിക്കാം. നമ്മൾ ഇതുപോലെ അരിച്ചൊഴിക്കുന്നത് നമ്മൾ അരച്ചെടുത്ത ഉള്ളിയുടെയോ വെളുത്തുള്ളിയുടെയൊക്കെ കഷ്ണങ്ങൾ നമ്മുടെ ഓലവട ഉണ്ടാക്കുന്ന അച്ചിൽ കുടുങ്ങാതിരിക്കാനാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം മാവ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അരച്ചതിനും ഇതുപോലെ കുഴച്ച് ഈ പരുവത്തിലാക്കുന്നതിനുമായി 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി അച്ചിനകത്തൊക്കെ നമുക്ക് ഇതുപോലെ എണ്ണ പുരട്ടി കൊടുക്കാം. ഇതുപോലെ 4 ഓട്ടയുള്ള ചില്ലാണ് ഞാനിന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ 1 ഓട്ട മാത്രമുള്ള ചില്ലും ഇതുപോലെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇതുപോലെ എണ്ണ പുരട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മാവെടുത്ത് ഇട്ട് ഇതുപോലെ അടച്ചു കൊടുക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് മാവ് ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് ഇടാം. ഇട്ടതിന് ശേഷം പെട്ടെന്ന് തിരിച്ചിടേണ്ട ആവശ്യമില്ല. കുറച്ച് വെയിറ്റിന് ശേഷം മാത്രം തിരിച്ചിട്ട് ഇതുപോലെ കൊടുക്കുക. 2 ഭാഗവും ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും വറുത്ത് കോരാം. ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് വറുത്ത് കോരാം. വറുത്ത കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ ഇന്നത്തെ നമ്മുടെ രുചിയുള്ള ഓലവട തയ്യാറായി.